നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാം ഇങ്ങ് അടുത്ത് വരികയാണ്. ഇനി നമുക്ക് റിവിഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഒരു റിവിഷൻ എന്നോണം ജനറൽ സയൻസ് വിഭാഗത്തിലെ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോഡ, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയിൽ പൊതുവെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അപ്പോൾ സോഡയിലും സോഫ്റ്റ് ഡ്രിങ്കുകളിലും ഒക്കെ പൊതുവെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. ഏതാണ്? കാർബോണിക് ആസിഡ് ആണ്. ഒരു വാതകം വെള്ളവുമായി ചേരുമ്പോഴാണ് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. ഏതാണ് ആ വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളവുമായി ചേരുമ്പോഴാണ് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയിൽ ഏതാണ് ആന്റാസിഡായി ഉപയോഗിക്കുന്ന രാസവസ്തു? അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഇവയിൽ ഏതാണ് ആന്റാസിഡായിട്ട് ഉപയോഗിക്കുന്നത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ആന്റാസിഡായി ഉപയോഗിക്കുന്നത്. കാൽഷ്യം ഫോസ്ഫേറ്റ്, സിങ്ക് ഫോസ്ഫേറ്റ് എന്നിവയിൽ ഏതാണ് എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു? അപ്പോൾ ഏതാണ് എലിവിഷമായിട്ട് ഉപയോഗിക്കുന്നത്? സിങ്ക് ഫോസ്ഫേറ്റ് ആണ് എലിവിഷമായി ഉപയോഗിക്കുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കട്ടിയുള്ള പദാർത്ഥം ഏതാണ്? പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കട്ടിയുള്ള പദാർത്ഥമാണ് ഡയമണ്ട്. ഡയമണ്ട് ആണ്. ഒരു മൂലകത്തിന്റെ ശുദ്ധരൂപമാണ് ഡയമണ്ട്. ഏതാണ് ആ മൂലകം? കാർബൺ. കാർബണിന്റെ ശുദ്ധരൂപമാണ് ഡയമണ്ട്. പെൻസിൽ ലെഡുകളിൽ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് എന്ന മൂലകത്തിന്റെ ശുദ്ധരൂപം. അപ്പൊ ഗ്രാഫൈറ്റ് കാർബൺ ആണ് ഗ്രാഫൈറ്റിന്റെ ശുദ്ധരൂപം. അപ്പോൾ പെൻസിൽ ലെഡുകളിൽ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് ഏത് മൂലകത്തിന്റെ ശുദ്ധരൂപം എന്ന് ചോദിച്ചാൽ കാർബണിന്റെ ശുദ്ധരൂപമാണ് ഗ്രാഫൈറ്റ്. അടുത്ത ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന അലോഹ ഘടകം ഏതാണ്? കാർബൺ. കാർബൺ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന അലോഹ ഘടകം. നിക്രോം എന്ന ലോഹസങ്കരത്തിലെ ഘടകലോഹങ്ങൾ ഏതെല്ലാം? നിക്രോം എന്ന് പറയുമ്പോൾ നിക്കൽ, ഇരുമ്പ്, ക്രോമിയം. ഇപ്പം നിക്രോം, നിക്കൽ, ഇരുമ്പ്, ക്രോമിയം എന്നിവയാണ് നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ ഓക്സൈഡാണ് തുരുമ്പ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ രാസനാമം എന്താണ്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. അപ്പം തുരുമ്പിന്റെ രാസനാമം എന്താണ്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? കേസിൻ. കേസിൻ ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്? കേസിൻ. അണുനശീകരണത്തിനും മറ്റുമായി സാധാരണ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പോൾ ഏതാണ് ഈ വസ്തു? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറിന്റെ രാസനാമമാണ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ബ്ലീച്ചിങ് പൗഡർ ആണ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ. കട്ടി കൂടിയ ഗ്ലാസ്, വളങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ചിലി സോൾട്ട് പീറ്റർ. ഇതിന്റെ രാസനാമം എന്താണ്? സോഡിയം നൈട്രേറ്റ് ആണ് ചിലി സോൾട്ട് പീറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോഡിയം നൈട്രേറ്റ്. ക്ലോറോഫോം. ക്ലോറോഫോമിന്റെ ഫോർമുല എന്താണ്? ക്ലോറോഫോമിന്റെ ഫോർമുല CHCl3 ആണ്. CHCl3. എന്താണ് ഡ്രൈ ഐസ്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഖര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. റെഫ്രിജറേറ്ററുകളിൽ റെഫ്രിജറന്റ് ആയി ഉപയോഗിച്ചിരുന്ന രാസവസ്തുവാണ് ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫ്രിയോൺ. അപ്പോൾ ഫ്രിയോണിന്റെ രാസനാമമാണ് ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ എന്നത്. റെഫ്രിജറേറ്ററുകളിൽ റെഫ്രിജറന്റ് ആയിട്ടാണ് ഫ്രിയോൺ ഉപയോഗിക്കുന്നത്. ഏത് ലോഹത്തിന്റെ സൾഫൈഡ് ആണ് ഗലീന എന്നറിയപ്പെടുന്നത്? ലെഡ്. ലെഡിന്റെ സൾഫൈഡ് ആണ് ഗലീന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭക്ഷ്യവസ്തുക്കളിലും സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളിലും ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് പ്രൊപ്പൈൻ 1,2,3 ട്രയോൾ എന്നത്. ഏതാണ് ഈ രാസവസ്തു? ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോളിന്റെ രാസനാമമാണ് പ്രൊപ്പൈൻ 1,2,3 ട്രയോൾ എന്നത്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ് ആണ് ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന പദാർത്ഥം. ജിപ്സത്തിന്റെ രാസനാമം എന്താണ്? ജിപ്സത്തിന്റെ രാസനാമം കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്. അപ്പം ജിപ്സത്തിന്റെ രാസനാമം ജിപ്സം
ഏതിൻ്റെ അയിരാണ്? കാൽസ്യത്തിൻ്റെ അയിരാണ്. അപ്പോൾ ജിപ്സത്തിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം. ക്യുക്ലൈം എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് ആണ് ക്യുക്ലൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നതോ? സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡും ക്യുക്ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം ഓക്സൈഡും ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡും ആണ്. ഓർത്തിരിക്കുക. വീട് നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്ന ലൈംസ്റ്റോൺ രാസപരമായി എന്താണ്? ലൈംസ്റ്റോൺ എന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ലൈംസ്റ്റോൺ എന്നത് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്താണ്? കാസ്റ്റിക് സോഡ എന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് സോഡ. അപ്പോൾ കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകമാണ് മീഥെയ്ൻ. മീഥെയ്ൻ ആണ് മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന രാസവസ്തു മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം മിൽക്ക് ഓഫ് എന്തൊരു വസ്തുവാണോ അത് അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അപ്പം മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓർത്തിരിക്കുക. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ലായനി ഏതാണ്? രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ലായനിയാണ് അക്വാറീജിയ. അക്വാറീജിയ. അക്വാറീജിയയുടെ ഘടകങ്ങൾ 2 ആസിഡുകളാണെന്ന് അറിയാം. അപ്പം ഏതൊക്കെയാണ് ആസിഡ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് അക്വാറീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവയിൽ ഒരു ആസിഡ് ബാറ്ററികളിലും വളം നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. ഏതാണ് ആ ആസിഡ്? സൾഫ്യൂരിക് ആസിഡ് ആണ് ബാറ്ററികളിലും വളം നിർമ്മിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് സൾഫ്യൂരിക് ആസിഡ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. പ്ലാസ്റ്റിക്, കീടനാശിനികൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാർബോണൈൽ ഡൈക്ലോറൈഡ്. ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ പ്ലാസ്റ്റിക്കും കീടനാശിനികളും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാർബോണൈൽ ഡൈക്ലോറൈഡ്. ഇത് ഫോസ് ജീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫോസ് ജീൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ രാസനാമം എന്താണ്? കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എന്താണ് റോച്ചെല്ലി സാൾട്ട്? റോച്ചെല്ലി സാൾട്ട് എന്ന് പറയുന്നത് റോക്ക് സാൾട്ട് എന്നും പറയും, റോച്ചെല്ലി സാൾട്ട് എന്നും പറയും. പൊട്ടാസ്യം സോഡിയം ടാർട്രേറ്റ് ആണ്. അപ്പോൾ റോച്ചെല്ലി സാൾട്ട് ആണ്. റോച്ചെല്ലി. റോക്ക് സാൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടാസ്യം ആണെന്ന് ആലോചിക്കുക. അപ്പോൾ റോച്ചെല്ലി എന്ന് പറയുമ്പോൾ പൊട്ടാസ്യത്തിന് എന്തൊരു മൂലകം, ഇതൊരു സംയുക്തമാണെന്ന് വിചാരിക്കുക. അപ്പോൾ പൊട്ടാസ്യം സോഡിയം ടാർട്രേറ്റ് ആണ് റോച്ചെല്ലി സാൾട്ട് എന്ന് അറിയപ്പെടുന്നത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് TNT. അതിന്റെ പൂർണ്ണരൂപം എന്താണ്? ട്രൈനൈട്രോ ടൊളുവീൻ എന്നതാണ് TNTയുടെ ഫുൾ ഫോം. അപ്പോൾ TNT എന്തിനാണ് യൂസ് ചെയ്യുന്നത്? TNT യൂസ് ചെയ്യുന്നത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപമാണ് ട്രൈനൈട്രോ ടൊളുവീൻ എന്നത്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് സിങ്ക് സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ് ആണ് വൈറ്റ് വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. ആദ്യത്തെ കൃത്രിമ നാര് ഏതാണ്? റയോൺ. റയോൺ ആണ് ആദ്യത്തെ കൃത്രിമ നാര്. മുട്ടത്തോടിന്റെ രാസനാമം എന്താണ്? കാൽസ്യം കാർബണേറ്റ്. നേരത്തെ ലൈംസ്റ്റോൺ കാൽസ്യം കാർബണേറ്റ് ആണെന്ന് പറഞ്ഞു. കൂടാതെ മുട്ടത്തോടും എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലീൻ. നാഫ്തലീൻ ആണ് പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. ഏതാണ്? നാഫ്തലീൻ ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ ഒന്നാണ് പോളിത്തീൻ. പോളിത്തീനിലെ മോണോമർ ഏതാണ്? ഈഥീൻ ആണ്. ഈഥീൻ അല്ലെങ്കിൽ എത്തിലീൻ രണ്ടും സെയിം ആണ്. ഈഥീൻ അല്ലെങ്കിൽ എത്തിലീൻ ആണ് പോളിത്തീനിലെ മോണോമർ. ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ബേക്ക്ലൈറ്റ്. ശരിയോ തെറ്റോ? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ബേക്ക്ലൈറ്റ് ശരിയാണ്. അപ്പോൾ ബേക്ക്ലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെന്ന് ഓർത്ത് വെക്കാം. എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? അതായത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് സെറ്റായിപ്പോവും, കട്ടിയായിപ്പോവും. അത് തിരിച്ച് പഴയ രൂപത്തിലേക്ക് നമുക്ക് ആക്കാൻ വേണ്ടി പറ്റത്തില്ല, ഹാർഡായിപ്പോവും. അപ്പോൾ അത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ബേക്ക്ലൈറ്റ്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആന്റി പൈററ്റിക്കുകൾ എന്ന പേരിലാണ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്നത്. പാരാസിറ്റമോൾ ഒരു ആന്റി പൈററ്റിക് ആണ്. ശരിയോ തെറ്റോ? പാരാസിറ്റമോൾ ഒരു ആന്റി പൈററ്റിക് ആണ്. ശരിയോ തെറ്റോ? ശരിയാണ്. പാരാസിറ്റമോൾ ഒരു ആന്റി പൈററ്റിക് ആണ്. വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പേര്. വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് അനാൽജസിക്സ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ആന്റി പൈററ്റിക്കും വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് അനാൽജസിക്സുമാണ്.
ആസിഡിറ്റി കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? അന്റാസിഡ്. അപ്പോൾ ആസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ എന്താണ്? അന്റാസിഡുകളാണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക്റ്റ് ലായനി. ഏതാണ്? ബെനഡിക്റ്റ് ലായനിയാണ്. ആസ്പിരിൻ ഒരു അനാൽജസിക് ഔഷധമാണ്. ശരിയോ തെറ്റോ? അതായത് ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു വേദന സംഹാരിയാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ആസ്പിരിൻ ഒരു വേദന സംഹാരിയാണ്. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ്. ആസ്പിരിൻ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു അസറ്റോക്സി ബെൻസോയിക് ആസിഡ്. ഏതാണ്? അസറ്റോക്സി ബെൻസോയിക് ആസിഡ് ആണ്. അവസാനത്തെ ചോദ്യം, ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് മെർക്കുറി. മെർക്കുറിയാണ് ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന പദാർത്ഥം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന ടോപ്പിക്കിൽ അവസാനമായിട്ട് റിവിഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും വീണ്ടും വീഡിയോ ഒന്നുകൂടെ കാണുക, നന്നായി പഠിക്കുക. വീണ്ടും കാണാം. താങ്ക്